ഇതൊന്നും ആരുമില്ലേ? മീനേ മത്തി അയില നത്തല് നിക്കണ എത്ര നേരെ കാത്തു ആരും ഇല്ലാന്ന് ഞാൻ വിചാരിച്ചു. ഇത് ചീഞ്ഞ മാതിരി കിടക്കുന്നത്. ചീഞ്ഞിട്ടൊന്നുമില്ല പോയിനാട്ടെ. ഇത് നോക്കട്ടെ, ഇന്ന് രാവിലെ പിടിച്ച സാധനമായിട്ട്. രാവിലെ പിന്നെ ഫ്രഷ് സാധനല്ലേ ഇതല്ലേ? പിന്നെയോ ഫ്രഷ് സാധനം. ഇതിന്റെ വില കാട്ടി നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. 350 രൂപ നിന്റെ വില. എന്റെ ഗോയിനാട്ടാ, ഇതിന്റെ വില നിങ്ങൾ മാർക്കറ്റിൽ കാട്ടാൻ ഞെട്ടിപ്പോവും. അതെ, ആടുന്ന് കൊണ്ടുവരുന്നത്. ഇത് ആടെ രാവിലെ ഉറങ്ങടിച്ച് പോയി ആടെ തവസരുന്നിട്ട് കിട്ടുന്ന സാധനല്ലേ ഇത്. അടിപൊളി പിടയ്ക്കുന്ന ചീഞ്ഞ മത്തി അല്ലടോ ഇത്. പിന്നല്ലാണ്ടോ എവിടോ ട്രോളി നിർത്തിയിട്ട് മാസം ഒന്നായി. ഇതിപ്പോ ഇന്നലെ ഇപ്പൊ ഈ പുഴയിൽ ഇപ്പൊ ചൂണ്ടയിട്ട് പിടിച്ചാന്ന് തോന്നുന്നു. ഇത് സുഹൃത്തെ, ഇത് ചെറുവള്ളങ്ങൾ പോകുമ്പോ അതിനകത്ത് വരുന്ന സാധനമാണ്. ചെറുവള്ളങ്ങളിൽ മത്തി. മത്തി വിശ്വസിക്കാൻ ഞങ്ങൾ നത്തലുണ്ടല്ലോ വണങ്ങാതെ തൊഴിലിന്റെ അടിയിൽ. ഇത് ചെറുവള്ളങ്ങളിൽ കിട്ടിയ മത്തി. ഇതിന്റെ ചെകിള പൊക്കി നോക്കി അറിയാം. നമ്മള് തൊട്ട് എന്നാ പിന്നെ നീ പെട്രോൾ എടുക്കണ്ട, നീ ചെകിള പൊക്കി നോക്കാൻ പോയാ പോരെ. മാത്രം പറയും, നിങ്ങൾ ന്യായം പറയല്ലേ. ഇത് 3 മാസം മുമ്പ് അല്ല ഒരു 30 ദിവസമായി നമ്മൾ ട്രോളിങ് നിർത്തിയിട്ട് ഫോർമാലിനിട്ട് കലക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് പിടയ്ക്കുന്ന മത്തി. അതെ, നിങ്ങളെ കണക്കില്ലാണ് നമ്മൾ അന്നം മുട്ടിക്കുന്നത്. കാരണം എന്താ, നമുക്കും കുഞ്ഞും കുട്ടികളും പോട്ടാണ്. അത് രാവിലെ എണീച്ച് പട്ടിണി കഴിഞ്ഞ് ഈ ചായ വരെ കുടിക്കാണ്ട് പോയിട്ട് ഈ സാധനം എടുത്തിട്ട് വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഈ കാൽ മുണ്ടും ഇത് എടുത്തിട്ടല്ല വരേണ്ടത്. പാന്റ് ഷർട്ട് വിട്ട് ഇന്നാക്കിയിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് വേണം ഇന്നത്തെ വിലക്ക് മത്തി വെക്കാൻ. വിലയാണ്. ഞാൻ ഗൾഫിലല്ലേ മത്തി കൂളിംഗ് ഗ്ലാസ് അല്ല ഇത് കോഴിനാട്ടാ, നിങ്ങൾ പറയും ഞൊടിച്ചിൽ കേൾക്കുമ്പോഴായിരിക്കും സഹിക്കാൻ. കോഴിനാട്ടാ, ഇത് എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇപ്പൊ ഇതിന് വിലയില്ല. കാരണം അറിയോ, ഇപ്പൊ ആള് മേടിക്കുന്നില്ല. ഒരു കണ്ടെയ്നർ പറഞ്ഞു, അതിനകത്ത് വിഷം തിന്നു എന്നൊക്കെ പറഞ്ഞു. കണ്ടെയ്നർ പറഞ്ഞിട്ടും വിഷം പറഞ്ഞിട്ടൊന്നും അല്ല. ഇതിന്റെ ഒടുക്കത്തെ വിലയാണ് 350 രൂപ കിലോ. 350 300 രൂപ ആടെ കൊടുക്കാൻ പോയിന്നാട്ടാ. പിന്നെ ഈ നടക്കുന്നതിന് എന്ത് ചെരുപ്പ് കഴിയുന്നില്ലേ? കൊണ്ടുവന്ന കൊറ്റിയുന്നോ ചെരുപ്പ് കഴിയുന്നില്ലേ? അങ്ങനെയല്ല, ഇത് മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. മോക്ഷം വേണേ നത്തലിന് 100 രൂപയിൽ എടുത്തോ. നത്തലിന് 100 രൂപ. അത് വേണം എടുത്തോ. അത് ശരിയാണ്. ഞാൻ ഇതേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മത്തി മാത്രം കൂട്ടിയാ മതി. നിങ്ങൾക്ക് വേറെ മീൻ എന്തല്ല സാധനം കൂടി ഇതിനകത്ത്. പിന്നെ നത്തലാരെയും കൂട്ടും പണിയെടുക്കാൻ പെണ്ണുങ്ങൾ വീട്ടിൽ പോയി അത്ര പണിയെടുക്കാൻ അല്ല വേണ്ട. ഇപ്പൊ മുറിച്ചിട്ട് ആടുന്ന് മാർക്കറ്റിൽ നിന്ന് മുറിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേഗം വെച്ചാൽ മതി. ഇനി വെച്ചിട്ട് കറിയും കൂട്ടി കറിയൊന്നും തരണം. കറി വാസലായി കൊടുത്തരാം. നമുക്ക് നാട്ടു നടപ്പുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾ പറയുന്നു മീനിന്റെ അവസ്ഥ. കാരണം നമുക്ക് നമ്മള് വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. 1 മാസമായി ട്രോളിംഗ് നിരോധിച്ചു. മീന് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ചെറുവള്ളങ്ങളിൽ പോകുന്ന മീനാണ്. ഈ ചെറുവള്ളങ്ങളിൽ ഇതിനും മാത്രം മീനുണ്ടാവും. ഈ മത്തിവിന്റെ കടന്ന് വരുന്നത് സംഭവം മത്തിക്കടൽ നമ്മ പോയി തോണിന്ന് കൊണ്ടുതരുന്ന സാധനം ഇത്. നേരെ അവർ നമ്മളാടുന്ന തോണിന്ന് ഒരാൾന്നിട്ടല്ലേ മേടിക്കുന്നത്. പിന്നെ പോയി നാട്ടാ എന്തിനാ നല്ല സാധനമായിരിക്കണം നമ്മൾ പറഞ്ഞു. നല്ല സാധനം തന്നെ. ഞാൻ നീക്ക് 100 രൂപയുടെ സാധനം വേണമെന്നുണ്ട്, 50 രൂപ പറയുന്നുണ്ട്. ചിലപ്പോ എനക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോ മരുന്നെല്ലാം കേട്ടിട്ടുണ്ടോ എനക്ക് പറയാൻ പറ്റും. ഇത് സാധനം മരുന്നുണ്ട്. എന്താ അടിക്കുന്ന മരുന്ന് എനിക്കറിയാലോ. ഫോർമാലിൻ. അത് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഇതിനകത്തില്ല. വേറെ കാര്യം ഞാൻ പറയാല. ഇന്ന് ചെറുപുഴ താഴത്തെ മാർക്കറ്റ് തൊട്ട് മൊത്തം കറങ്ങിയിട്ട് ഒരിടത്തും മീനില്ല. അപ്പൊ മീനില്ലാണ്ട് വീട്ടിലോട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ചോറിനാൻ പോകുമ്പോ പറക്കാൻ വേണ്ടി മീൻ മേടിച്ചിട്ട് പോയാൽ മീനൊക്കെ നല്ലതാണ്. മീൻ മോശമാന്ന് പറഞ്ഞില്ലോ. ഒന്ന് ചാടിക്കണ്ടേ. മത്തി എന്ന് പറഞ്ഞ ശരീരത്തിന് നല്ല സാധനമാണ് മത്തി. നമുക്ക് ആപ്പാടെ പൊടിമീനായിട്ട് നത്തലും മത്തി മാത്രമേ കിട്ടൂ. അത്രേ ഉള്ളൂ. അത് ശരീരത്തിന് പറ്റിയ സാധനം, കൊളസ്ട്രോളും കുറക്കുന്ന സാധനല്ലേ. ശരി തന്നെ. എന്തായാലും വേണ്ടല്ല. എനിക്കും എത്ര വില? 350. ഒരു 100 രൂപയ്ക്ക് എടുത്തേ. നമ്മുടെ വരുമാനം അനുസരിച്ചിട്ടല്ലേ മേടിക്കാൻ പറ്റും. 100 രൂപ 3 മത്തി കിട്ടുമോ? 4 കിട്ടൂല. നമ്മള് ആ വീട്ടിൽ ആളെണ്ണം കുറവല്ലേ. ഇപ്പൊ പഴയ പോലെ അല്ല. എന്റെ വീട്ടിലെ ആള് കുറവ്. ഒന്ന് ചോദിച്ചോക്ക്. പണ്ടൊക്കെ വാരി തിന്നുമായിരുന്നു. ഇപ്പൊ ഉള്ളിക്കൂട്ടാൻ തുടങ്ങിയത്. ഒരു മത്തി 3 കഷ്ണാക്കാം. അല്ല, ഇത് പറഞ്ഞു പറഞ്ഞ് എല്ലാരും കൂടെ ഇരിക്കട്ടായി മണപ്പിച്ചാ മതി. ഒരാൾ മണപ്പിച്ചോ മറ്റേ രണ്ടാദ്യം കിട്ടുന്ന കിട്ടൂല. രണ്ടാദ്യം വേണോ? 100 രൂപയ്ക്ക് എടുക്കുന്നത്. അതെയാ, ഞാൻ പ്ലാസ്റ്റിക് കൂടെ ഒന്നുമില്ല.
അല്ല അതിന്റെ പ്ലാസ്റ്റിക് കൂടില്ലാത്ത അയ്യോ. മാർക്കറ്റിൽ ചെന്ന പ്ലാസ്റ്റിക് കൂടാ. നമ്മള് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒരു സംഭവം ചെയ്യൂല. ഇതെല്ലാം തന്നെ ഒന്നുമല്ല, നിങ്ങൾ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് വല്ലവന്റെ അയ്യോ. രണ്ട് ഇത് കുത്തിയിട്ട് വരുന്ന പരിപാടി പണ്ട് നമ്മള് കോയിനാട്ടാ അങ്ങനത്തെ മത്തിയാണെങ്കിൽ ഓക്കെ. അത് മത്തിയല്ല കോയിനാട്ടാ, അത് അതിലൊരു പരലല്ലേ, പരലൊരു ചെറിയ മീനില്ലാന്ന് പറഞ്ഞിട്ടില്ലേ, അതാ സംഭവം. ഒരു ചെറിയ മീൻ. ആ എനിക്ക് 100 രൂപയ്ക്കോ. നിനക്ക് 100 രൂപയ്ക്ക്. ആ ഒരു കാര്യം ഞാൻ പറയട്ടെ, എണ്ണമാണ് നമുക്ക് തൂക്കം എന്റെ അടുത്തില്ലേ കേട്ടോ, ആ എണ്ണത്തിലാ ആ 100 അത്ര കിട്ടും. അതിന്റെ കുടല് പൊട്ടിയിട്ടുണ്ടോ? ആ കുടലും കറി വെച്ചോ, ഇത് മതി സുരേഷേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്തായാലും ഞാൻ മേടിക്കുന്നു. ഇത്രയും കൂടെ പറഞ്ഞിട്ട് ഞാൻ പോയില്ല. ഈ ഇലക്കകത്ത് പോഞ്ഞു തന്നതിൽ ഞാൻ ആദ്യം എതിർത്തെങ്കിലും അതൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം നമുക്കിന്ന് 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കൂടുകൾ നമ്മളിവിടെ നിരോധിച്ചു. പക്ഷെ എല്ലാ മീൻ വഴിയോര കച്ചവടക്കാര്, വണ്ടി കൊണ്ട് വരുന്നവര്, അവരുടെ കയ്യിലെല്ലാം ഉള്ളത് ഈ ഏറ്റവും നൈസ് പ്ലാസ്റ്റിക് കൂടാണ് മീൻകാർ. പിന്നെ ഇവിടെ ആരാണ് ഇത് നിരോധിച്ചത്? സാധാരണ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരന്റെ അടുത്ത് കയറി ഇവർ പരിശോധിക്കാൻ വരികയും അവരുടെ അടുത്ത് എവിടെ ഗതികേറിന് ഞാൻ 1 2 കണ്ട അവന്റെ അടുത്ത് വലിയ ഫൈൻ അടച്ചിട്ട് പോകുന്നു. ഇങ്ങനെ ഈ വഴി സൈഡിൽ വിൽക്കുന്ന, വണ്ടിക്ക് വന്ന് വിൽക്കുന്നവരുടെ ഇരിക്കുന്ന കൂടുകളും അതുപോലുള്ള കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് കമ്പനി പിടിച്ചാൽ പോരെ. അതന്നെ ആ സർക്കാർ ഇത് ഉത്പാദിപ്പിക്കാൻ പറ്റണ്ടേ. അല്ല അത് ശരി തന്നെ. അതുകൊണ്ട് എന്തായാലും ലക്ഷ്മേട്ടാ, നിങ്ങളുടെ ഇത് നമ്മുടെ പ്രകൃതിക്ക് ഇറങ്ങുന്ന രീതി, ചെറിയ മീനാണെങ്കിൽ ആ വിറ്റ് നാടിന് മാതൃകയായതിന് കൊടുക്കുക. ആയിക്കോട്ടെ. ആഹാ.